ശ്രീ വസന്ത് ശ്രീക്ക് നോക്കൂ, ഇ ഡി നേരത്തെ ശ്രീ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ വിവിധ കേന്ദ്രത്തിലെ അധികാരം കൈകാര്യം ചെയ്യുന്ന പാർട്ടികളും മുന്നണികളുമൊക്കെ ഇത്തരത്തിൽ സ്വാധീനത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ചെറുതാണെന്ന്, കാരണം റിലേറ്റിവിറ്റി ആണല്ലോ തിയറി, ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം അത്രയേറെ നഗ്നമായ ലംഘനം ഈ വിഷയത്തിൽ ഇ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നോക്കൂ, ഒരു സംസ്ഥാനത്തെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ വഴി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇത്ര വ്യാപകമായി ചാക്ക് കെട്ട് കണക്കിന് പണം ഒഴുക്കിയിട്ട് അത് അവരുടെ തന്നെ ഓഫീസ് സെക്രട്ടറിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിട്ട് പോലീസ് ഇത്രയധികം തെളിവുകൾ അക്കമിട്ട് നിരത്തി കോടതിയിൽ സമർപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഈ മൂന്ന് ഏജൻസികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി, ആദായ നികുതി വകുപ്പിന് നൽകി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകി, എന്നിട്ടും ഇ ഡിയുടെ ഈ കുറ്റപത്രം, അത് കുറ്റപത്രമല്ല, ഒരു തിരക്കഥയുടെ സ്വഭാവത്തിൽ ബി ജെ പിയെ നന്നാക്കാനായി, ബി ജെ പിയെ എന്താണ് വെള്ളപൂശുന്ന വാക്ക് എന്നത് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം പൊളിറ്റിക്കലി അത് ഇൻകറക്റ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന രീതിയിലേക്ക് ബി ജെ പി പോകുന്നു എന്നത് ശരിയാണോ? ഇവിടെയാണ് പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് ഉയർത്തേണ്ട ചില രാഷ്ട്രീയ ശബ്ദങ്ങളുടെ അനിവാര്യത. തിരിഞ്ഞു നോക്കണം ശ്രീ വസന്ത് ശ്രീക്ക്, തിരിഞ്ഞു നോക്കണം. അജിംഷാദ്, അങ്ങ് നോക്കൂ, നമ്മൾ ഈ ഗംഗാ സ്നാനം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പൊളിറ്റിക്കലി പുതിയൊരു സാധനമാണ് ഇ ഡി സ്നാനം. ഇ ഡിയിലൂടെ കുളിച്ച് വൃത്തിയായാൽ രണ്ട് പണി അവർ ചെയ്യും. ഇ ഡി ഓഫീസ് ഒന്ന്, ഇ ഡിയിലൂടെ ബി ജെ പി നേതാക്കളെ കുളിച്ച് വൃത്തിയാക്കി കൊടുക്കും. അതിനകത്ത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഉണ്ടെങ്കിൽ അതിന്റെ പാപഭാരം എന്റെ തലയ്ക്ക് ഇരുന്നോട്ടെ. രണ്ടാമത് അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത ആൾ ഈ സ്നാനത്തിന് വിധേയനാകുക, അതായത് ബി ജെ പി ഓഫീസിൽ പോയി മടങ്ങി വന്നാൽ അയാൾ കുറ്റവിമുക്തനാക്കപ്പെടും. നോക്കൂ, 119 കേസുകൾ 2 വർഷത്തിനിടയിൽ എടുത്ത ഏജൻസിയുടെ പേരാണ് ഇ ഡി. നേരത്തെ എന്റെ സുഹൃത്ത് ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതുപോലെ സമീപകാല ചരിത്രത്തിൽ ഒരിടത്തും ഇല്ലാത്തതുപോലെ 2 വർഷത്തിനിടയിൽ 119 കേസ് രജിസ്റ്റർ ചെയ്തു. ഒരുപാട് കേസുകൾ അവർ രജിസ്റ്റർ ചെയ്യാതെ അന്വേഷിക്കുന്നു. അതിൽ തന്നെ 115 കേസുകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരാണ്, പ്രതിപക്ഷ നേതാക്കൾക്കെതിരാണ്. ഇ ഡിയുടെ ഒരു കേസ് പോലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവർക്കെതിരായിട്ടില്ലാതില്ല. അതിൽ ബാക്കി 5 കേസുകളിൽ ഒന്ന് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഒന്ന് വസുന്ധര രാജ സിന്ധ്യയുടെ മകനെതിരായിരുന്നു. അവർ ബി ജെ പിയിൽ കലാപക്കൊടി ഉയർത്തിയപ്പോൾ അവർക്കെതിരെ കേസെടുത്തു. അവർ ആ കലാപക്കൊടി എടുത്ത് മടക്കി വെച്ചപ്പോൾ ആ കേസ് സെറ്റിൽ ചെയ്തു. ഇനി പ്രധാനപ്പെട്ട ഒരു കേസ് അജിത് പവാറിനെതിരായിരുന്നു. നോക്കൂ, ഈ അമിത്ഷാ തന്നെ നേരിട്ട് മഹാരാഷ്ട്രയിൽ പോയി വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് NCP ഒരേ ഘടകമായിരുന്ന സമയത്ത് ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ എന്ന വാക്ക് വന്നു. വളരെ ദേശീയ മാധ്യമങ്ങൾ കൊണ്ടാടിയ വാക്കാണ്. ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ എന്ന് അജിത് പവാറിനെ വിളിക്കുന്നു. അജിത് പവാറിനെതിരെ കേസെടുക്കുന്നു. അജിത് പവാർ BJP പക്ഷത്തിലേക്ക് പോകുന്നു. അങ്ങനെ പോയതോടുകൂടി കൃത്യം ഒരാഴ്ചക്കുള്ളിൽ ആ കേസ് ഇ ഡി ക്ലോസ് ചെയ്തു. പിന്നീട് ഉണ്ടായിരുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരായിരുന്നു. അയാൾ കോൺഗ്രസിലായിരുന്ന സമയത്ത് അയാൾക്കെതിരെ 16 കേസുകളാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തത്. ഈ ഹിമന്ത് ബിശ്വ ശർമ്മ BJP യിലേക്ക് പോകുന്നു. BJP യിൽ സംഘപരിവാരം പറയുന്നതിനേക്കാൾ വൃത്തിക്ക് പറയാൻ പഠിക്കുന്നു. അങ്ങനെ അയാൾ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അയാൾക്കെതിരെയുള്ള 16 കേസും ഈ ടോയ്ലറ്റ് നാപ്കിൻ ഫ്ലഷ് അടിച്ചു കളയുന്നത് പോലെ ഇവർ ഫ്ലഷ് അടിച്ചു കളഞ്ഞു. ഇനി ചില കാര്യങ്ങൾ BJP നേതാവിന്റെ വാദവുമായി ബന്ധപ്പെട്ട് ഒന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ധർമ്മരാജൻ വിളിച്ചില്ലേ? ആ കൂടെ ആരെ വിളിച്ചു? കെ സുരേന്ദ്രനെ വിളിച്ചു. BJP പ്രസിഡന്റിന്റെ പേര് കെ സുരേന്ദ്രൻ എന്നല്ലേ, അല്ലാതെ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള എന്നൊന്നും അല്ലല്ലോ. ആണോ BJP വക്താവേ? അതുകൊണ്ടാണോ BJP നേതാവല്ലാത്ത ധർമ്മരാജൻ ഈ പറയുന്ന രാജ്യത്തെ പോലീസിനെ മുഴുവൻ വിളിച്ച കൂട്ടത്തിൽ ഈ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയായ നിങ്ങളുടെ കെ സുരേന്ദ്രനെയും വിളിക്കുന്നത്? നോക്കൂ, പോലീസിനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഹൈവേ ലൂട്ട് നടക്കുമ്പോൾ പോലീസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് വളരെ നോർമൽ ആണ്. അത് ചിലപ്പം നമ്മൾ SP വിളിക്കും, അത് ഓരോരുത്തരുടെ ബന്ധം പോലെ ഇരിക്കും. ഇപ്പൊ കോട്ടയത്ത് ഒരു പ്രശ്നം ഉണ്ടാകും, ഏറ്റവും ആദ്യം ഞാൻ SHO വിളിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ SP ആണ് വിളിക്കുക, അല്ലെ? ADGP ചിലപ്പോൾ വിളിച്ചെന്ന് വരും. ഈ ഓൺലൈൻ നമ്പർ കിട്ടുന്ന കാലമല്ലേ? അപ്പൊ പലരെയും വിളിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ പലരെയും വിളിക്കും. പക്ഷേ പൊളിറ്റിക്കലായി നിൽക്കുന്ന രണ്ട് പേർ, ഒന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, രണ്ട് BJPയുടെ RSSന്റെ നേതൃത്വത്തിൽ BJP കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രഭാരി, ഈ 2 പേരെയാണ് വിളിച്ചത്. എന്തിനാ വിളിച്ചത് എന്നുള്ള ചോദ്യം ഒന്ന്. 2, കൊടകര കുഴപ്പണ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ, അത് നിങ്ങളുടെ കർണാടകയിലെ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ കേരളത്തിൽ 2 കേസുണ്ട് അജിംഷാദ്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട കേസാണ്. മഞ്ചേശ്വരത്ത്
മഞ്ചേശ്വരത്ത് ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി പണം കൊടുക്കാൻ കെ സുരേന്ദ്രന് കൂടെ പോയ പേരിൽ 3 പേരിൽ കേരള പോലീസ് പ്രതി ചേർത്തിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന കർണാടകയിലെ ഇവരുടെ യുവമോർച്ചയുടെ നേതാവ്. അയാൾ ഈ ഇ ഡി കേസിലും വന്നു. അപ്പൊ മനസ്സിലാക്കാമല്ലോ ഇവന്റെ പണി എന്താണ്, ഇവന്റെ സ്വാഭാവികമായ പണി എന്താണെന്നും. ഇനി ശ്രീ കെ സോമൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്, BJP-യുമായി യാതൊരു ബന്ധവുമില്ല, പക്ഷെ ഞങ്ങളുടെ പ്രചരണ ആയുധങ്ങളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇവരാണ്. ഇതെന്താ നിങ്ങളുടെ മറ്റേ ഇ-കാർട്ടോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ വല്ലതാണോ നിങ്ങളുടെ പ്രചരണ സാമഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടി? CPM-ന്റെ ഏതെങ്കിലും ഫ്ലക്സോ പോസ്റ്ററോ ഏതെങ്കിലും വഴിയാ പോകുന്ന ഒരുത്തിന്റെ കൊടുത്തു വിടുവോ ശ്രീ അജിം ഷാ? കോൺഗ്രസിന്റെ കൊടുക്കുമോ? നമ്മുടെ ബൂത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്താ പറയുന്നത് ലോക്കൽ സെക്രട്ടറിമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ഇവരൊക്കെയല്ലേ ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ DCC അല്ലേ നേരിട്ട് ചെയ്യേണ്ടത്? അപ്പോ അതും ഉണ്ടായില്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത, എന്നാൽ ആ മേഖലയിൽ പ്രചരണ സാധനങ്ങൾ അച്ചടിക്കുന്ന ആളാണെങ്കിൽ പോട്ടെ, ആ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിങ്ങൾ ഈ പറയുന്ന ഇയാളെ ഇത് ഏൽപ്പിച്ചു വിട്ടു എന്ന് പറയുന്നതിന്റെ അകത്ത് വലിയ പ്രശ്നമുണ്ട്. ഇനി മറ്റൊരു കാര്യം, തിരൂർ സന്തോഷ്, അത് അയാൾ ആരുമായിക്കോട്ടെ, നിങ്ങൾക്കെതിരെയുള്ള പ്രശ്ന അതെ ക്ഷമിക്കുക സതീഷ്, തിരൂർ സതീഷ് ആരുമായിക്കോട്ടെ, ചിലപ്പോ കെ സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രനെ ഇറക്കി വിട്ടതും ആയിക്കോട്ടെ, ഞാൻ കുറച്ചുകൂടെ കടത്തി പറയാണ് കേട്ടോ, ശോഭാ സുരേന്ദ്രന്റെ സ്പോൺസേഡ് ആണെന്ന് ഇരിക്കട്ടെ. ഇനി അല്ലെങ്കിൽ കെ സുരേന്ദ്രനെ വീട്ടാൻ വേണ്ടി ഇപ്പോഴത്തെ നിലവിലെ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി വിട്ടതാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ആരാണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും ഒരു നിർണായക വെളിപ്പെടുത്തൽ നടത്തുന്ന ആളെ ആര് കാണണം? ED കണ്ടേ മതിയാവൂ. 2, EDക്ക് മുമ്പിൽ കൊടുക്കുന്ന മൊഴിക്ക്, പോലീസിന് മുമ്പിലുള്ള മൊഴിക്ക് എവിഡൻസറി വാല്യൂ ഇല്ല, പക്ഷെ EDക്ക് മുമ്പിലുള്ള മൊഴിക്ക് എവിഡൻസറി വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊഴി രേഖപ്പെടുത്താൻ ED ബാധ്യസ്ഥമാണ്, അല്ലെങ്കിൽ ഈ കേസിന്റെ ആവശ്യത്തിന് ആ മൊഴി അത്യാവശ്യമായിരുന്നു. തിരൂർ സന്തോഷിനെ കാണാൻ ആരും മെനക്കെട്ടില്ല, ഈ പറയുന്ന ED മെനക്കെട്ടില്ല. പിന്നെ ഇങ്ങനൊരു കാലത്ത് മറ്റൊരു വിധി നമ്മൾ ആരും, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് ഞാനോ അജിം ഷാദോ അല്ലെങ്കിൽ എന്റെ പ്രിയ സുഹൃത്ത് ലാൽകുമാറോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ നോക്കൂ, ബാംഗ്ലൂരിൽ ഒരു കേസിൽ ജോർജ് സോറോസ്, ഇവരുടെ വലിയ പുതിയ ആളാണല്ലോ, ജോർജ് സോറോസിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ജോർജ് സോറോസ് ആരാന്ന് പോലും ഇവർക്ക് അറിയില്ല, എങ്കിൽ പോലും ആ പേര് പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കളെ അവഹേളിക്കുന്നതാണ് മറുപടി. ജോർജ് സോറോസ് ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തു. അതായത് ജോർജ് സോറോസിന്റെ കൺസോർഷ്യം ബാംഗ്ലൂരിൽ ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്തു. അവര് ലോകത്തിൽ പലതും പർച്ചേസ് ചെയ്തെന്ന് വരും. അതിന്റെ പേരിൽ ജോർജ് സോറോസുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ കമ്പനി കേടി ഇറങ്ങി നിരങ്ങി പോരാത്തതിന് ജോർജ് സോറോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അമേരിക്കയ്ക്ക് വണ്ടി പിടിക്കാൻ ഇരുന്ന കൂട്ടരാണിവർ. അവർക്ക് തൃശ്ശൂരിലൂടെ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന തിരൂർ സന്തോഷിനെ ഫോൺ വിളിച്ച്, ആ സന്തോഷം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ, ഇതിന്റെ അതുപോലെ കാര്യമുള്ള ആണോടാ ഉവേ എന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാനുള്ള ആർജവം, അത് ചോദിച്ചാൽ അത് രേഖപ്പെടുത്തേണ്ടി വരുമെന്നും, അങ്ങനെ രേഖപ്പെടുത്തിയാൽ ഇവർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട്, ഇവർ PMLA കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കോടതി അതേപടി എടുത്ത് ഇവരുടെ മുഖത്തേക്ക് ഇറങ്ങിയെന്നും ഇവർക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് ഇവർ ഇതിന്റെ അകത്ത് ഒളിച്ചു കളിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇപ്പോ ഇദ്ദേഹം പറഞ്ഞല്ലോ, BJP-യുടെ നേതാവ് ശ്രീ കെ സോമൻ പറഞ്ഞല്ലോ, എന്താണ് ഇവരുടെ രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കോരിത്തരിച്ചു BJP പ്രവർത്തകർ, RSS നേതാക്കൾ, അതുകൊണ്ട് ഇതാ ഞങ്ങൾ അടുത്ത തവണ ഇവിടെ എന്ത് പിടിക്കാൻ പോകുന്നു, ഭരണം പിടിക്കാൻ പോകുന്നു. ശ്രീ സോമൻ, നമ്മൾ PMLA ആക്ടിനെ പറ്റിയാണ് പറയുന്നത്, നിങ്ങൾ എത്ര MLA ഉണ്ടാക്കുമെന്നുള്ളതല്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തെ പറ്റി ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നിങ്ങളുടെ RC ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖരൻ, ബഹുകേമമായ പ്രസംഗമാണ്. സ്വന്തം പിതാവിന്റെ പേര് പോലും പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കേണ്ട ഗതികേടായിരുന്നു രാജീവ് ചന്ദ്രശേഖരനത്. കൈരളിയുടെ ആർക്കൈവിൽ കാണും. ഈ ചർച്ചയുടെ ഇടയ്ക്ക് അങ്ങേക്ക് കണ്ട് കോൾമയർ കൊള്ളണമെങ്കിൽ ശ്രീ അജിം ഷാദ് ചിലപ്പോൾ ഇട്ട് തരും. സ്വന്തം പിതാവിന്റെ പേര്. ഇപ്പൊ അജിം ഷാദിന് വേണ്ടി അങ്ങനെ ഒരു ആവശ്യം വരുമോ? എനിക്ക് വരുമോ? ശ്രീ ലാൽകുമാറിന് വരുമോ? നമ്മുടെ സ്വന്തം അപ്പന്റെ പേര്, അമ്മയുടെ പേര്, അതൊക്കെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കുക, അതിൻ്റെ അത് തപ്പലുണ്ടാകുക, എന്നിട്ട് പറയണേ അത് ലോകം കേട്ട ഏറ്റവും വിശ്വപ്രസിദ്ധമായ പ്രസംഗമാണത്രേ, ഏറ്റവും വിശ്വപ്രസിദ്ധമായ മറ്റേ നമ്മുടെ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ സംസാരിച്ചതുപോലെ ലോകത്തെ കോൾമയർ കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണെന്ന്. അറ്റ്ലീസ്റ്റ് രാജീവ് ചന്ദ്രശേഖരനോട് ആ ചന്ദ്രശേഖരൻ എന്ന പിതാവിന്റെ നിയമമെങ്കിലും നോക്കി വായിക്കാതെ കേരളത്തെ അഭിസംബോധന ചെയ്യാൻ പഠിപ്പിക്കാൻ ഒരു മലയാളം ട്യൂഷൻ കൊടുത്താൽ നന്നാവും നിങ്ങൾ BJP നേതാക്കൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതൽ യാതൊന്നും പറയാൻ. തീർച്ചയായും